linking HRD strategies and business goals. Strategy is the determination of basic long-term goals and objectives of an enterprise, and adoption of courses of action and allocation of resources necessary for carrying out business goals. നമുക്ക് സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ബേസിക് ആയിട്ടുള്ള ലോങ് ടേം ഗോൾസും ഒബ്ജക്റ്റീവ്സും ഡിറ്റർമിൻ ചെയ്യുന്നതാണ്. ഒരു എൻ്റർപ്രൈസിൻ്റെ ബേസിക് ലോങ് ടേം ഗോൾസും ഒബ്ജക്റ്റീവ്സും ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലോങ് ടേം ഒബ്ജക്റ്റീവ്സിനും ഗോൾസിനും നമുക്ക് എന്തൊക്കെ കോഴ്സ് ഓഫ് ആക്ഷൻ എടുക്കണം, എന്തൊക്കെ റിസോഴ്സസ് ആവശ്യമാണ്, അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കുന്നതാണ് നമ്മുടെ HRDയുടെ സ്ട്രാറ്റജി, ലോങ് ടേം സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ ബിസിനസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ലോങ് ടേമിൽ എത്ര റിസോഴ്സ് ആവശ്യമാണ്, അങ്ങനെ മേജറായിട്ടുള്ള HRD സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ HRD സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി, accountability and ownership strategy, quality strategy, cost reduction strategy, entrepreneurship strategy, culture building strategy, systematic training strategy and learning strategy. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് 8 പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ HRD സ്ട്രാറ്റജീസ് ബിസിനസ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ആദ്യത്തേത് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി. കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് എംപ്ലോയീസുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. പിന്നെ ദെയർ ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ദ സൊസൈറ്റി അറ്റ് ലാർജ് ഇസ് ക്രൂഷ്യൽ ടു ആൻ ഓർഗനൈസേഷൻ. അവരുടെ ഫാമിലി മെമ്പേഴ്സും അതേപോലെ തന്നെ സൊസൈറ്റിയും ഓർഗനൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈവൻ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഹാപ്പി ആണെങ്കിൽ നമ്മൾ എംപ്ലോയി ഹാപ്പി ആയിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ നോക്കണം. Given continuous changes, it is essential to educate and train the employees about the need of change. അപ്പോൾ ചേഞ്ച് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ എംപ്ലോയീസിന് ആ ചേഞ്ചിനെ പറ്റി ഒരു ഐഡിയ കൊടുക്കുക, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. ആൻഡ് സീക്കിംഗ് ദെയർ കമ്മിറ്റ്മെൻറ്റ് ഇസ് ക്രിട്ടിക്കൽ ഫാക്ടർ ഇൻ സക്സസ് ഓഫ് എനി ചേഞ്ച് മാനേജ്മെൻറ്റ് പ്രോസസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ നമുക്ക് ചേഞ്ച് മാനേജ്മെൻറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് തന്നെയാണ്. അതായത് സൊസൈറ്റിയെയും അതേപോലെ തന്നെ എംപ്ലോയീസിൻ്റെ ഫാമിലീസിനെയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചേഞ്ച് മാനേജ് ചെയ്യുന്നത് ഓർഗനൈസേഷന്, സൊസൈറ്റിക്ക് അതേപോലെ എംപ്ലോയീസിൻ്റെ ഫാമിലീസിനും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ്. ഓർഗനൈസേഷൻസ് ഓൾസോ നീഡ് ടു ഇൻറ്റഗ്രേറ്റ് ആൻഡ് ഡെവലപ്പ് ദ ലാർജസ്റ്റ് സോഷ്യൽ സിസ്റ്റം ദേ ആർ പാർട്ട് ഓഫ്. അപ്പോൾ അവരെന്ത് ചെയ്യണം, അവർ ഈ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണ് ഒരു എൻ്റർപ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ സൊസൈറ്റിയും കൂടി അവരുടെ കൂടെ നിർത്തിയാൽ മാത്രമേ അവർക്ക് സക്സസ്ഫുൾ ആവാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതവർ നോക്കണം. പിന്നെ ഉള്ളത് അക്കൗണ്ടബിലിറ്റി ആൻഡ് ഓണർഷിപ്പ് സ്ട്രാറ്റജി. അക്കൗണ്ടബിലിറ്റി ആൻഡ് ഓണർഷിപ്പ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് എംപ്ലോയി accountability and ownership is vital to organization intending to stay competitive. Employees accountability and ownership leads to higher productivity. അപ്പോൾ എംപ്ലോയിയുടെ അക്കൗണ്ടബിലിറ്റി, ഓണർഷിപ്പ് അതൊരു ഓർഗനൈസേഷന് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അവർക്കൊരു സെൻസ് ഓഫ് ഓണർഷിപ്പ് തോന്നിയാലേ അവരെന്ത് ചെയ്യത്തുള്ളൂ, പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ട് നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് നമുക്ക് നോക്കണം. ആൻഡ് കസ്റ്റമർ ആക്സിലറേഷൻ. Therefore, fostering accountability and ownership through various human resource development process and systems such as performance appraisal, career plan. അതായത് നമ്മൾ എംപ്ലോയീസിൻ്റെ മോട്ടിവേഷൻ അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടബിലിറ്റി ബൂസ്റ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് പെർഫോമൻസ് അപ്രൈസൽ, കരിയർ പ്ലാനിങ്, ഡെവലപ്മെൻറ്റ് കൗൺസിലിംഗ്, മെൻറ്ററിങ്, ക്വാളിറ്റി ഓഫ് വർക്ക്. മെൻറ്ററിങ് ചെയ്ത് കൊടുക്കും, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പിന്നെ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക്. which must be linked to business plans, is essential to build a strong organization culture for building sustainable competitive advantage. അപ്പോൾ നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എംപ്ലോയീസിന് വേണ്ടിയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എംപ്ലോയീസിൻ്റെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കൂട്ടാൻ, അതുവഴി നമ്മുടെ കമ്പനിയുടെ തന്നെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഇൻക്രീസ് ചെയ്യാനും നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് അതിൽ പറഞ്ഞേക്കുന്നത്. ഇനി ക്വാളിറ്റി സ്ട്രാറ്റജിയിൽ പറയുന്നത് ക്വാളിറ്റി ഈസ് എ ഫൗണ്ടേഷൻ ഓഫ് എനി ഓർഗനൈസേഷൻ. അപ്പോൾ ഏത് ഓർഗനൈസേഷന് ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് പ്രൊവൈഡ് ചെയ്താലേ അവർക്ക് നിലനിൽപ്പുള്ളൂ. അപ്പോൾ ക്വാളിറ്റി ഈസ് എ മൈൻഡ് സെറ്റ് വിച്ച് നീഡ് ടു ബി ഫോസ്റ്റേർഡ് ഇൻ ദ എംപ്ലോയി ത്രൂ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ക്വാളിറ്റിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കാൻ എംപ്ലോയിക്ക് നമ്മൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് കൊടുത്താലേ പറ്റത്തുള്ളൂ. ക്വാളിറ്റി ഷുഡ് ബി പ്രൊമോട്ടഡ് ഇൻ എവറിത്തിങ്. അപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു ഓർഗനൈസേഷൻ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓർഗനൈസേഷൻ എന്ത് ചെയ്യുമ്പോഴും അത് ക്വാളിറ്റി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ വേരിയസ് ക്വാളിറ്റി മാനേജ്മെൻറ്റ് ടൂൾസ് ആസ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. അപ്പം പല തരത്തിലുള്ള ക്വാളിറ്റി മാനേജ്മെൻറ്റ് ടൂൾസ് നമുക്ക് കാണും. അതിന് നമ്മൾ ഒന്നിച്ച് ചേർത്ത് പറയും ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് നീഡ്സ് കണ്ടിന്യൂസ് കമ്മിറ്റ്മെൻറ്റ്. ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് വേണം എന്നുണ്ടെങ്കിൽ അതിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് വേണം.
സപ്പോർട്ട് വേണം. മാത്രമല്ല എംപ്ലോയീസിനൊരു ലെവൽ ഓഫ് ഓണർഷിപ്പും കൂടി ഫീൽ ചെയ്യണം. എങ്കിൽ മാത്രമേ അവർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ നമുക്ക് വേണ്ടിയിട്ട്. ദ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് പ്ലേസ് എംഫസിസ് ഓൺ ക്വാളിറ്റി ദാറ്റ് എൻകംപസ് ദ എൻറ്റയർ ഓർഗനൈസേഷൻ. അപ്പോൾ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ മൊത്തം ഓർഗനൈസേഷനെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ടുള്ള പ്രോസസ്സാണ് നമ്മളതിലെടുക്കുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെ നോക്കാം? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. പിന്നെ എംപ്ലോയി എംപവേഴ്സ് ആൻഡ് ക്വാളിറ്റി സർക്കിൾസ്. എംപ്ലോയീസ് കറക്റ്റ് വളരെ കമ്മിറ്റഡായിട്ട് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യും. മാത്രമല്ല ക്വാളിറ്റി സർക്കിൾസ് ഉണ്ടാവും. അതായത് ഓരോ ഏരിയയിലും എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അതാണ് ക്വാളിറ്റി സർക്കിൾസ്. അപ്പോൾ അവർ ഡിസ്കസ് ചെയ്തിട്ട് ബെസ്റ്റ് പ്രാക്ടീസസ് ആയിരിക്കും അവർ അഡോപ്റ്റ് ചെയ്യുക. പിന്നെ ഉള്ളത് ബെഞ്ച് മാർക്കിങ്. ഇപ്പോൾ സിമിലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നോക്കിയിട്ട് നമ്മളെ ഇൻഡസ്ട്രിയിൽ സിമിലർ ആയിട്ടുള്ള നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു കോമ്പറ്റീറ്ററുടെ സ്റ്റാൻഡേർഡ്സ് നോക്കിയിട്ട് നമ്മൾ ബെഞ്ച് മാർക്സ് സെറ്റ് ചെയ്ത് വെക്കും. അതനുസരിച്ച് നമ്മൾ ക്വാളിറ്റി സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യും. പിന്നെ ജസ്റ്റ് ഇൻ ടൈം റിക്വയർ ക്വാളിറ്റി ഓഫ് സപ്ലയേഴ്സ്. ജസ്റ്റ് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർഡർ ചെയ്ത് നമുക്ക് അപ്പം തന്നെ സാധനം കിട്ടണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റി സപ്ലയേഴ്സിനെ ആവശ്യമാണ്. ജസ്റ്റ് ഇൻ ടൈമിൽ സാധനങ്ങൾ സപ്ലൈ ചെയ്ത് കിട്ടണമെങ്കിൽ അത് നോക്കണം. പിന്നെ ഉള്ളത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ടൂൾസ് അലൗ ടു മെഷർ പ്രോഗ്രസ്. നമ്മൾ എന്തോരം പ്രോഗ്രസ് ആയി, നമ്മൾ എന്തോരം നന്നായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ട്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ടൂൾസ് വേണം. അടുത്തതാണ് കോസ്റ്റ് റിഡക്ഷൻ സ്ട്രാറ്റജി. കോസ്റ്റ് റിഡക്ഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ ഓർഗനൈസേഷൻ. കോസ്റ്റ് റിഡക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കോസ്റ്റ് കുറച്ച് ചെയ്യുന്നതാണ് നമുക്ക് എപ്പോഴും ആവശ്യം. അപ്പോൾ വേസ്റ്റേജ് ഒരിടത്തും ഇല്ലാതെ, അതായത് എംപ്ലോയി തന്നെ നോക്കണം, ഒരിടത്തും വേസ്റ്റേജ് ഇല്ലാതെ നമ്മൾ കറക്റ്റായിട്ട് സേവിങ്സിന് വേണ്ടിയിട്ട് ഒരു എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ, അതായത് ഓർഗനൈസേഷനിൽ ആവശ്യമുള്ള റിസോഴ്സസ് മാത്രം യൂസ് ചെയ്താണോ അവർ വർക്ക് ചെയ്യുന്നത്. Employee can be pulled by the organization to say substantial savings at the end of the given period and enhances competitive strategy. അപ്പോൾ അവരെ സ്ട്രാറ്റജി ഇമ്പ്രൂവ് ചെയ്യുക, അവരെന്ത് ചെയ്യണം, അവരെ എംപ്ലോയീസിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ട്രെയിനിങ് ഒക്കെ കൊടുത്താൽ മാത്രമേ ഈ കോസ്റ്റ് റിഡക്ഷൻ സ്ട്രാറ്റജി വർക്ക് ആവത്തുള്ളൂ. കാരണം റിസോഴ്സുമായിട്ട് ഡയറക്റ്റ് ഡീൽ ചെയ്യുന്ന എംപ്ലോയീസ് ആണ്. അടുത്തത് ഓൺട്രപ്രണർഷിപ്പ് സ്ട്രാറ്റജി. ഓൺട്രപ്രണർഷിപ്പ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് എവരി എംപ്ലോയി നീഡ് ടു ബി ആൻ ഓൺട്രപ്രണർ. എല്ലാ എംപ്ലോയി എന്താ ഒരു ഓൺട്രപ്രണറെ പോലെ ചിന്തിക്കണം, അതായത് ഓണറെ പോലെ ചിന്തിക്കണം. ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഓണറെ പോലെ എംപ്ലോയിയും ചിന്തിക്കണം. ഹു ജനറേറ്റ് ഐഡിയാസ് ആൻഡ് ബ്രിങ് ദം ടു റിയാലിറ്റി. അപ്പോൾ അവർ തന്നെ ഐഡിയാസ് ജനറേറ്റ് ചെയ്യുക, അത് റിയാലിറ്റി ആക്കി കൊണ്ടുവരിക, അതൊക്കെയാണ് വേണ്ടുന്നത്. അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് അവർ എത്ര നന്നായിട്ട് അവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പം ഇന്നോവേറ്റീവായിട്ടും ക്രിയേറ്റീവായിട്ടുള്ള പ്രോഡക്ട്സും സർവീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ. ദിസ് റിക്വയർ ഡെവലപ്പിംഗ് അസേർട്ടീവ് റിസ്ക് ടേക്കിംഗ് ഇൻ ദ എംപ്ലോയീസ്. അപ്പോൾ എംപ്ലോയീസ് അവരൊരു സെൻസ് ഓഫ് ഓണർഷിപ്പോടുകൂടി റിസ്ക് എടുത്താൽ മാത്രമേ അവർക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. ഓർഗനൈസേഷൻ മസ്റ്റ് എനേബിൾ ദെയർ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് പ്രോസസ് ആൻഡ് സിസ്റ്റം ടു ഫോസ്റ്റർ സച്ച് എൻവയോൺമെൻറ്റ് ഫോർ ഇസ് എംപ്ലോയി. അപ്പോൾ ഒരു സെൻസ് ഓഫ് ഓണർഷിപ്പ് ഫീൽ ചെയ്യുന്ന രീതിയിൽ എംപ്ലോയീസിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെൻറ്റ് ആയിരിക്കണം ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കേണ്ടത്. ഓക്കെ.